ബിസിനസ്സിൽ അതിൻ്റെ സ്ഥിരതയ്ക്കും വളർച്ചയ്ക്കും സമയാസമയങ്ങളിലുള്ള ഇന്നോവേഷൻ ആവശ്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെപ്പോഴും കേൾക്കാറുള്ളത് കാരണം എന്താണ് ഇന്നോവേഷൻ? ഇന്നോവേഷൻ ബേസിക്കലി റീ ഇൻവെൻറ്റിങ് ഓർ റീഡിസൈനിങ് ദ എക്സിസ്റ്റിംഗ് സെറ്റപ്പ്. അതാണ് ഒരു ബേസിക് കാര്യം. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ബിസിനസ് തുടങ്ങി ഓരോ സമയങ്ങളിലും നമ്മൾ ഇന്നോവേറ്റീവ് ഐഡിയാസ്, പുതിയ ഐഡിയാസ്, പുതിയ നവീകരണത്തിലേക്കുള്ള ഐഡിയാസ്, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഇത് ചെയ്തു പോയാലും മാത്രമേ നമുക്ക് ആ ബിസിനസ് സസ്റ്റൈനബിളായിട്ട് നിലനിന്ന് പോവുകയുള്ളൂ. അല്ലെങ്കിൽ ഇന്നോവേറ്റ് ചെയ്ത കോമ്പറ്റീറ്റേഴ്സ് നമ്മുടെ ബിസിനസ് കൊണ്ടുപോകും. നമ്മളങ്ങനെ കണ്ണടച്ച് നമ്മളാണ് ശരി, ഇനി വേറെ ചേഞ്ചൊന്നും ആവശ്യമില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എന്തായിരിക്കും നമ്മൾ ആ ഇന്നോവേഷൻ ചെയ്യുമ്പോൾ എന്തായിരിക്കും നമ്മുടെ മനസ്സിൻ്റെ പുറകിലുള്ള കാര്യം? എന്ത് വിചാരിച്ചിട്ടായിരിക്കണം നമ്മൾ ഇന്നോവേഷൻ ചെയ്യുന്നത്? അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് ബിസിനസ്സിൻ്റെ ഗ്രോത്ത്. ബിസിനസ് നമ്മൾ ഏത് സമയത്തും ഗ്രോ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ ആ ബിസിനസ്സിന് നിലനിൽപ്പും വാല്യൂവും എല്ലാം ഉണ്ടാവുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ബിസിനസ്സിൻ്റെ ഗ്രോത്താണ് ഒരു ഇത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് അത് കുറച്ചുകൂടെ വാല്യൂ അഡീഷൻ കിട്ടണം, ജനറേറ്റ് വാല്യൂസ്. ആ ഓരോ പോയിന്റിലും അതിൻ്റെ വാല്യൂവിൽ കൂടത്തക്ക രീതിയിലുള്ള ഇന്നോവേഷൻസ് വേണം നമുക്ക് ചെയ്യാനായിട്ട്. ഇത് അൾട്ടിമേറ്റ്ലി എന്തിനായിരിക്കണം ലക്ഷ്യം ചെയ്യുന്നത് കമ്പനിയുടെ ഗുണത്തിനും നമ്മളുമായിട്ട് ഡീൽ ചെയ്യുന്ന കസ്റ്റമേഴ്സിനും സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ബെനിഫിഷ്യനും കൂടെ ആയിട്ടേ നമ്മൾ ഇന്നോവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നോവേഷൻ ഏതെല്ലാം രീതിയിൽ ചെയ്യാം എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് ചെയ്യാവുന്നത് പ്രോഡക്റ്റ്, നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ പ്രോഡക്റ്റുകൾ നമുക്ക് ഇന്നോവേറ്റ് ചെയ്യുക, ജനറേറ്റ് ചെയ്യുക, റിസർച്ച് ചെയ്തിട്ട് പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ രണ്ടാമത് ചെയ്യാവുന്നത് നമുക്ക് നമ്മുടെ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റ് ഷെയർ എങ്ങനെ കൂട്ടാൻ പറ്റും ത്രൂ ഇന്നോവേറ്റീവ് മെത്തേഡ്സ്. അപ്പോഴും നമ്മുടെ ബിസിനസ് ഗ്രോത്ത് തന്നെയാണ് വരുന്നത്. പിന്നെ പുതിയ പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ, അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ ഉദ്ദേശം, അത് ഏത് ബിസിനസ്സിൽ ഏത് മാർക്കറ്റിലേക്ക് പെനട്രേറ്റ് ചെയ്ത് പോകാൻ പറ്റും എന്ന് ആലോചിക്കുക ഒന്ന്. ദെൻ ഓഫ് കോഴ്സ് ക്വാളിറ്റി, ഇന്നോവേറ്റീവ് മെത്തേഡിൽ നമ്മൾ ക്വാളിറ്റി എപ്പോഴും കൂട്ടിക്കൊണ്ട് തന്നെ ഇരിക്കണം. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എപ്പോഴും കൂട്ടുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്നോവേഷനിലെ എവറി പോയിന്റിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശരിക്കും കാര്യങ്ങൾ സ്റ്റഡി ചെയ്തിരിക്കണം, മാർക്കറ്റ് പൾസുകൾ അറിഞ്ഞിരിക്കണം, പുതിയ ഡെവലപ്മെൻറ്റ്സ് അറിഞ്ഞിരിക്കണം, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനെ പറ്റി അറിഞ്ഞിരിക്കണം, അവരെന്താ ചെയ്യാൻ പോകുന്നത് എന്ന് അവർ തീരുമാനിക്കുന്നതിന് നമ്മളത് ചെയ്തിരിക്കണം. പിന്നെ ഇതൊരു കൾച്ചറായിട്ട് മാറണം. നമ്മൾ വിൽ കീപ്പ് ഓൺ ഇന്നോവേറ്റിംഗ്. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല ഈ കാര്യം. ഏറ്റവും അണ്ടർലൈൻ ചെയ്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്നോവേഷൻ എന്ന് പറഞ്ഞ കാര്യം നമ്മൾ ഡേ ടു ഡേ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇറ്റ്സ് എ പ്രോസസ്സ്. അതിനുവേണ്ട മിഷനറിയും പീപ്പിളും പ്രോഡക്റ്റും ആ കമ്പനിയുടെ വിഷനും ഇതുപോലെ അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നോവേഷൻ എന്ന പാട്ട് വഴി നമ്മുടെ കമ്പനിയുടെ സസ്റ്റൈനബിലിറ്റി, ഗ്രോത്ത്, അടുത്ത ജനറേഷനിലേക്കുള്ള കൈമാറ്റം, ഇതെല്ലാം ഈ പ്രോഡക്റ്റ് ഈ മെത്തേഡ് വഴി നമുക്ക് എത്തിക്കാൻ പറ്റും.